മൂന്നാറിൽ KSRTC റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ ഗ്ലാസ് തകർന്ന സംഭവത്തിൽ ഡ്രൈവർക്ക് സസ്പെൻഷൻ. മൂന്നാർ ഡിപ്പോയിലെ ഡ്രൈവർ രാജേഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. KSRTC വിജിലൻസ് തൊടുപുഴ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് നടപടി. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചെയ്യുന്നുണ്ട്. ബിനീഷ് ആന്റണി, കഴിഞ്ഞ 2-3 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മൂന്നാറിൽ ഈ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. കഴിഞ്ഞ ദിവസമാണ് ഗ്ലാസ് തകരുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ അതിന്റെ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? ഡബിൾ ഡെക്കറിന്റെ ബസിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 10 ദിവസത്തിലധികം ആയി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ 10 ദിവസത്തിന് വലിയൊരു ജനപിന്തുണ തന്നെയാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിന് ലഭിച്ചിരിക്കുന്നത്. സോഷ്യൽ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലായിരിക്കുകയാണ് ഈ ഡബിൾ ഡെക്കർ ബസ്. എന്നാൽ മിനിഞ്ഞാന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. മിനിഞ്ഞാന്ന് വൈകുന്നേരം ഈ അറ്റകുറ്റപ്പണികൾക്കായി ഡിപ്പോയിലെ വർക്ക്ഷോപ്പിലേക്ക് കയറ്റുന്നതിനിടയിലാണ് ഈ ഗ്ലാസ് വർക്ക്ഷോപ്പിന് മുകളിൽ തട്ടി ഡബിൾ ഡെക്കർ ബസിന്റെ മുകളിലത്തെ മുൻവശത്തെ ഗ്ലാസ് പൊട്ടുന്നത്. ഇതിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് തേടിയിരുന്നു. ഏതായാലും ഇന്നലെ തൊടുപുഴ KSRTC തൊടുപുഴ വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഡ്രൈവറുടെ ഒരു അശ്രദ്ധയാണ് ഇത്തരത്തിൽ ഗ്ലാസ് പൊട്ടാനിടയായെന്ന് കണ്ടെത്തി. തുടർന്നാണ് ഇപ്പോൾ ഡ്രൈവർ രാജേഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഇന്നലെ രാത്രിയോടെ ഗ്ലാസ് എല്ലാം പുനഃസ്ഥാപിച്ച് ഇന്ന് ഈ ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തിയിട്ടുണ്ട്. ഹരിത. ശരി, ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.